പ്യുവർ ടെക്സ് സിൽക്ക് എല്ലാം ഉണ്ടല്ലോ, പ്യുവർ ദേശി ടെക്സ് സിൽക്കിനെല്ലാം ആ ഒരു ഫീലിലും ടെക്സ്ചറിലും കൊടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് സെമി ടെക്സ്ചറാണ് സാരിയുടെ ഫാബ്രിക്. കളർ പറയുകയാണെങ്കിൽ പേൾ ക്രീമാണ് സാരിയുടെ ബേസ് വരുന്ന പേൾ ക്രീമാണ്. അതിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഫുൾ ബോഡി വരുന്നത്. അതിൽ ആ ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു ഫോയിൽ പ്രിന്റഡ് പാറ്റേണിലാണ് ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സാരി വരുന്നത്. ഫുൾ ചെക്കേർഡ് പാറ്റേൺ ആണ് സാരിയുടെ ബേസ് വരുന്ന. ചെക്ക് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റും ആ ഫോയിൽ പ്രിന്റഡ് പാറ്റേണിൽ വരുന്നത്. ഇതാണ് സാരിയുടെ ആ ഒരു ഫീൽ. ഞാൻ 1 ലെയറിൽ കാണിക്കാം കേട്ടോ. സോഫ്റ്റ് ടെക്സ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. നല്ല ഫാബ്രിക്കാണ്. ഇതാണ് ആ ഫോയിൽ പ്രിന്റും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. ഒരു ലൈൻസ് ആണ് സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ബോർഡർ. ബോഡിയും പല്ലും എല്ലാം ഫ്ലോറൽ ഡിസൈൻസിൽ ആ ഫോയിൽ പ്രിന്റഡ് പാറ്റേണിൽ തന്നെയായിരിക്കും വരുന്നത്. ബ്ലൗസ് സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ അക്വാ ബ്ലൂ ആണ്. അക്വാ ബ്ലൂവും അക്വാ ഗ്രീനും കൂടി ചേർന്നിരുന്നത് നല്ലൊരു ഷെയ്ഡിലായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ഇതാണ് ബോർഡർ വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബോഡി എല്ലാം അതേ ചെക്ക് ഡിസൈൻസിൽ തന്നെയായിരിക്കും ബോഡി വരിക. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാണ് സാരിയുടെ ആ ഒരു 1 ലെയറിലും സാരി ഈ ഒരു ഫോളേ ഉള്ളൂ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. അക്വാ ബ്ലൂവിൽ തന്നെയായിരിക്കും വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം ഡിസൈൻ, സെയിം പാറ്റേൺ, സെയിം ഫാബ്രിക്. ആ ഒരു കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇത് വരുമ്പം പിങ്കിലാണ്, ബേബി പിങ്കിലാണ് എനിക്ക് സാരിയുടെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഒരു പീച്ചിഷ് പിങ്ക് അതേ ടോണിൽ തന്നെയായിരിക്കും സാരിയുടെ ബോർഡർ. ആ ഒരു ഫോയിൽ പ്രിന്റഡ് പാറ്റേൺ മുന്താണി ആ ഒരു പീച്ചിഷ് പിങ്കിലാണ്. ചെക്കേർഡ് പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് ടെക്സ് സിൽക്കിൽ നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഗ്രീൻ തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഗ്രീനിൽ നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. മുകൾ ഭാഗത്ത് വരുമ്പോൾ ഫ്ലോറൽ ഡിസൈൻസിൽ നല്ലൊരു ഡിസ്ചാർജ് പ്രിന്റ് വന്നിട്ട് ലോവർ ഏരിയ വരുമ്പം ആ ഫോയിൽ പ്രിന്റഡ് പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതാണ് ലോ ബോർഡർ വരിക. ബോഡിയിൽ ഫുൾ ഇതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും. ഒരു ലീഫ് ഡിസൈൻസും ഫ്ലോറൽ പാറ്റേണിലും ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. ഇതാണ് ബോർഡർ. പല്ലു ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ മുന്താണി. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരി. വീണ്ടും ഡിസൈൻ മാറിയിട്ടുണ്ട്. ഗ്രീൻ ആണ്. ഗ്രീൻ വിത്ത് ആ ഒരു ഐവറി ക്രീം ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലും ഫ്ലോറൽ ഡിസൈൻസ് ആണ്. ഫുൾ ബോഡി വന്നിട്ട് ഫോയിൽ പ്രിന്റിൽ തന്നെയായിരിക്കും. ആ ബോഡി കളർ വരുന്നത് ക്രീമിൽ, ഐവറി ക്രീമിൽ ചെക്കേർഡ് പാറ്റേണിലായിരിക്കും ഇവിടെ എല്ലാ സാരിക്കും വരുന്നത്. ഇതിൽ ആ ഫോയിൽ പ്രിന്റഡ് പാറ്റേണിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. മുന്താണി സെയിം സ്റ്റൈൽ വിത്ത് ബ്ലൗസ്. ആ ഒരു ഡിസ്ചാർജ് പ്രിന്റിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഐവറി ക്രീം തന്നെയാണ് സാരിയുടെ ബേസ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഗ്രേ ആ ഒരു ടോണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഡിസൈൻസ് എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഡിസൈൻസിൽ. ബോഡിയിൽ ആ ഒരു ചെക്ക് പാറ്റേൺസ് വരുന്നത്. ചെക്ക് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് ആ ഒരു ഫ്ലോറൽ പാറ്റേൺസും. ഡബിൾ സൈഡ് ബോർഡർ. മുന്താണി സെയിം സ്റ്റൈൽ. ബ്ലൗസ് സെയിം ഡിസൈൻ തന്നെ വരുന്നത്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇതൊരു പീച്ച് ബ്ലൂ ഓഷ്യൻ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബോഡി അതേ ചെക്ക് പാറ്റേണിൽ തന്നെയായിരിക്കും വരിക. ഡബിൾ സൈഡ് ബോർഡർ ഈ ഒരു പാറ്റേൺ. മുന്താണി ബ്ലൗസ്. സോഫ്റ്റ് ടെക്സ് സിൽക്ക് ആയിരുന്നു, സെമി ടെക്സ് സിൽക്ക് ആയിരുന്നു സാരിയുടെ ഫാബ്രിക് വന്നിരുന്നത്. ലാസ്റ്റ് സാരിയാണ് ഇത് വരുന്നത്. ലാവൻഡർ ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട്. ലഹരിയ ഡിസൈൻ ആണ്. ഫുൾ അതേ ഡയഗണൽ പാറ്റേണിൽ സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് 2 സൈഡിലും ബോർഡർ ആയിട്ട് വരുന്ന ഫ്ലോറൽ പാറ്റേൺ ആയിരിക്കും. ഈ ഒരു സ്റ്റൈലായിരിക്കും സാരി വരിക. ആ ഒരു ബോർഡറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയാണ് സാരിയുടെ പല്ലു. ബ്ലൗസ്